അവസാനിക്കാത്ത യുദ്ധങ്ങളുടെ ഭീതിയിലാണ് ലോകം. അതുകൊണ്ട് തന്നെ പ്രതിരോധ രംഗത്ത് തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുവാനുള്ള മത്സരത്തിലാണ് ലോകരാജ്യങ്ങൾ. എയർ ടു എയർ മിസൈലുകളാണ് ആധുനിക വ്യോമയുദ്ധങ്ങളിലെ ഏറ്റവും നിർണായകമായ ആയുധമെന്ന് പറയാം. സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ നൂറുകണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ശത്രുവിമാനങ്ങളെ പോലും തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഇന്ന് ലോകശക്തികളുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് എപ്പോഴും ലക്ഷ്യം കാണാൻ സാധിക്കാറുണ്ടോ? മിസൈലുകളുടെ മരണം സംഭവിക്കുന്നത് എവിടെ വെച്ചാണ്? ആകാശത്തെ വേട്ടക്കാർ നിസ്സഹായരായി പരാജയപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? അതിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. മിസൈലുകൾക്ക് പ്രതിരോധ കമ്പനികൾ നൽകുന്ന പരമാവധി ശ്രേണി എന്ന കണക്കിനപ്പുറം യുദ്ധമുഖത്തെ യാഥാർത്ഥ്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഒരു മിസൈൽ വിക്ഷേപിച്ചാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ എന്നത് കേവലം ദൂരത്തെ മാത്രം ആശ്രയിച്ചല്ല, മറിച്ച് മിസൈലിന്റെ ഊർജ്ജക്ഷമത, ലക്ഷ്യത്തിന്റെ വേഗത, അന്തരീക്ഷമർദ്ദം എന്നിവയെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എയർ ടു എയർ മിസൈലുകളുടെ ദൂരപരിധിയെക്കുറിച്ചുള്ള പരസ്യവാചകങ്ങളും യുദ്ധക്കളത്തിലെ കടുത്ത യാഥാർത്ഥ്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത്. ഒരു മിസൈലിന് 100 കിലോമീറ്ററോ അതിലധികമോ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് സാങ്കേതികമായി പറയാമെങ്കിലും ആ ദൂരത്തിന്റെ അറ്റത്ത് നിൽക്കുന്ന ഒരു ശത്രുവിമാനത്തെ തകർക്കുക എന്നത് പ്രായോഗികമായി പ്രയാസകരമായ കാര്യമാണ്. കാരണം മിസൈൽ അതിന്റെ പരമാവധി ദൂരപരിധിയിലേക്ക് എത്തുമ്പോഴേക്കും ഇന്ധനം തീരുകയും വേഗത ഗണ്യമായി കുറയുകയും ചെയ്യുന്നു. ഊർജ്ജം നഷ്ടപ്പെട്ട ഇത്തരം മിസൈലുകളെ വെട്ടിച്ചു മാറ്റാൻ പൈലറ്റുമാർക്ക് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. വ്യോമയുദ്ധങ്ങളിൽ ഏറ്റവും നിർണായകമായത് നോ എസ്കേപ്പ് സോൺ എന്നറിയപ്പെടുന്ന അടുത്ത പരിധിയാണ്. ഒരു മിസൈലിന് അതിന്റെ പൂർണ്ണ വേഗതയിലും കൃത്യതയിലും ലക്ഷ്യത്തെ പിന്തുടരാൻ കഴിയുന്ന ഈ മേഖല സാധാരണയായി അതിന്റെ പരമാവധി ദൂരത്തിന്റെ 1/3 മാത്രമായിരിക്കും. ഈ പരിധിക്കുള്ളിൽ വെച്ച് മിസൈൽ വിക്ഷേപിച്ചാൽ ശത്രുവിമാനത്തിന് എത്ര ശ്രമിച്ചാലും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ സോണിന് പുറത്തേക്ക് ദൂരം കൂടുംതോറും മിസൈൽ പരാജയപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുകയും ശത്രുവിമാനം സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ മിസൈലിന്റെ പ്രഹരശേഷി നിർണ്ണയിക്കുന്നത് ദൂരത്തേക്കാൾ അത് ലക്ഷ്യത്തോട് എത്രത്തോളം അടുത്തിരിക്കുന്നു എന്നതാണ്. ആകാശത്തുള്ള ലക്ഷ്യങ്ങളെ നേരിടാനാണ് എയർ ടു എയർ മിസൈലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് അവയ്ക്ക് കരയിലെ ഇൻസ്റ്റാളേഷനുകളെയോ വാഹനങ്ങളെയോ കപ്പലുകളെയോ നശിപ്പിക്കാനാകില്ല എന്നർത്ഥം. കരയിലെ ലക്ഷ്യങ്ങൾക്കായി വേറിട്ട മാർഗനിർദ്ദേശ സംവിധാനങ്ങളോടും വ്യത്യസ്ത വാർഹെഡ് സാങ്കേതിക വിദ്യകളോടും കൂടിയ പ്രത്യേക ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ എയർ ടു എയർ മിസൈലുകളുടെ കഴിവുകൾ വായുവിലേക്ക് മാത്രമായി പരിമിതമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാലാവസ്ഥയും മിസൈൽ ഫലപ്രാപ്തിയെ ശക്തമായി ബാധിക്കുന്ന ഘടകമാണ്. മേഘാവൃതം, മഴ, മൂടൽമഞ്ഞ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഇൻഫ്രാറെഡ് സീക്കറുകൾക്ക് ലക്ഷ്യത്തിന്റെ എഞ്ചിൻ കൂടുതൽ വ്യക്തമായി തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതേസമയം റഡാർ ഗൈഡഡ് മിസൈലുകൾക്ക് കനത്ത മഴയും മേഘങ്ങളും വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ പ്രചാരണത്തെ ബാധിക്കുന്നതിനാൽ കാര്യക്ഷമത കുറയാം. ദൃശ്യപരത കുറഞ്ഞ സാഹചര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള മാർഗനിർദ്ദേശ സംവിധാനങ്ങളെയും ഒരുപോലെ പരിമിതപ്പെടുത്തുന്നു. മിസൈലുകളുടെ സീക്കറുകൾക്ക് പരിമിതമായ വ്യൂ ഫീൽഡറുകളാണ് ഉള്ളതെന്നതും ഒരു പ്രധാന ദൗർബല്യമാണ്. ഈ കാഴ്ചാവലയത്തിന് പുറത്തേക്ക് ലക്ഷ്യം നീങ്ങിയാൽ സീക്കർ ലോക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആക്രമണാത്മകമായി വളവുകളോടെ പറക്കുന്ന പൈലറ്റുകൾ, പ്രത്യേകിച്ച് ടെർമിനൽ ഗൈഡൻസ് ഘട്ടങ്ങളിൽ മിസൈലിന്റെ ഗിംബൽ പരിധികൾക്കപ്പുറം നോക്കേണ്ട സാഹചര്യം സൃഷ്ടിച്ചേക്കും. അത്തരം സാഹചര്യങ്ങളിൽ മിസൈൽ ലക്ഷ്യത്തെ പിന്തുടരാൻ കഴിയാതെ വരും. താഴ്ന്ന ഉയരത്തിൽ നടക്കുന്ന വ്യോമയുദ്ധങ്ങളിൽ റഡാർ ഗൈഡഡ് മിസൈലുകളുടെ ഫലപ്രാപ്തി കുറയാം. ഭൂമിയിൽ നിന്നുള്ള പ്രതിഫലനങ്ങൾ റഡാർ സിഗ്നലുകളെ മറയ്ക്കുന്നതിനാൽ ലക്ഷ്യം വ്യക്തമായി തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. പർവ്വതങ്ങൾ, കെട്ടിടങ്ങൾ, സസ്യങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്ന വൈദ്യുതകാന്തിക പ്രതിഫലനങ്ങൾ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കും. അതുകൊണ്ട് തന്നെ വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങൾ ചില റഡാർ ഗൈഡഡ് ഭീഷണികളിൽ നിന്ന് സ്വാഭാവികമായി സംരക്ഷണം നേടുന്നു. ആധുനിക ദൃശ്യപരിധിക്കപ്പുറം മിസൈലുകൾ ഡാറ്റാ ലിങ്ക് അപ്ഡേറ്റുകളെ ശക്തമായി ആശ്രയിക്കുന്നവയാണ്. വിക്ഷേപണത്തിന് ശേഷം ലക്ഷ്യത്തിന്റെ സ്ഥാനം, വേഗം, ദിശ എന്നിവയിൽ വരുന്ന മാറ്റങ്ങൾ മിസൈലിലേക്ക് കൈമാറാൻ ഈ നെറ്റ്വർക്ക് ബന്ധങ്ങൾ അനിവാര്യമാണ്. എന്നാൽ ജാമിംഗ് തടസ്സങ്ങൾ, സിഗ്നൽ തകർച്ച എന്നിവ സംഭവിച്ചാൽ ഡാറ്റാ ലിങ്ക് നഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ മിസൈലിന് ഫ്ലൈറ്റ് പാത പുതുക്കാൻ കഴിയാതെ കൃത്യത ഗണ്യമായി കുറയും. പരിശീലനം ലഭിച്ച പൈലറ്റുമാർക്ക് പോലും മിസൈൽ ആക്രമണത്തിൽ കൃത്യമായ ലക്ഷ്യം ഉറപ്പുവരുത്തുവാൻ കഴിയില്ല. ചരിത്രപരമായ ഡാറ്റകൾ കാണിക്കുന്നത് ആയിരക്കണക്കിന് മിസൈലുകൾ വിക്ഷേപിച്ചിട്ടും യഥാർത്ഥ ഹിറ്റ് സാധ്യത വളരെ കുറഞ്ഞതാണ് എന്നതാണ്. ആധുനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഒഴിവാക്കൽ തന്ത്രങ്ങൾ, ചാപ്പ് ഫ്ലയറുകൾ തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങൾ ഈ സാധ്യതയെ ഇനിയും കുറയ്ക്കുന്നു. അതിനാൽ ഒരു മിസൈൽ എപ്പോഴും ലക്ഷ്യത്തെ തകർക്കുമെന്ന ഉറപ്പ് യുദ്ധത്തിൽ ലഭ്യമല്ല. ഉയർന്ന ഉയരത്തിലും മിസൈൽ പ്രകടനം പരിമിതമാണ്. 25,000 അടിക്ക് മുകളിൽ നേർത്ത അന്തരീക്ഷം കാരണം നിയന്ത്രണ ഉപരിതലങ്ങളുടെ ഫലപ്രാപ്തി കുറയുകയും റോക്കറ്റ് മോട്ടോറുകൾ പ്രതീക്ഷിച്ചതുപോലെ
പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യാം. ഇതോടെ മിസൈലിന്റെ ചലനക്ഷമത കുറയുന്നു. ഉയർന്ന ഉയരത്തിൽ പ്രവർത്തിക്കുന്ന വിമാനങ്ങൾക്കിത് ചില മിസൈൽ ഭീഷണികളോട് പ്രതിരോധ നേട്ടം നൽകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. മിസൈലുകൾക്ക് വിക്ഷേപണത്തിന് മുൻപുള്ള കൃത്യമായ ലക്ഷ്യവിവരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഈ വിവരങ്ങൾ തെറ്റായതോ കാലഹരണപ്പെട്ടതോ ആണെങ്കിൽ നോ എസ്കേപ്പ് സോണിനുള്ളിൽ പോലും മിസൈൽ ലക്ഷ്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വേഗത്തിൽ ദിശയും ഉയരവും മാറ്റുന്ന വിമാനങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രീ ലോഞ്ച് ടാർഗറ്റിംഗ് ഡാറ്റയെ അനിശ്ചിതമാക്കും. അവസാനമായി ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ മിസൈലുകളുടെ കൊലപാതക സാധ്യതയെ ഗണ്യമായി കുറയ്ക്കുന്നു. ജാമിംഗ് പോഡുകൾ, ചാഫ് ഡിസ്പെൻസറുകൾ, ഫ്ലെയർ സിസ്റ്റങ്ങൾ എന്നിവ മിസൈൽ മാർഗനിർദ്ദേശത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നവയാണ്. ഇതിന്റെ ഫലമായി പൈലറ്റുകൾ ഒരേ ലക്ഷ്യത്തിലേക്ക് ഒന്നിലധികം മിസൈലുകൾ വിക്ഷേപിക്കുകയോ അടുത്ത ശ്രേണിയിലേക്ക് കടക്കുകയോ ചെയ്യേണ്ടി വരുന്നു. അതിനാൽ പരസ്യപ്പെടുത്തുന്ന പരമാവധി ശ്രേണികൾ യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി പ്രതിഫലിക്കുന്നില്ലെന്നാണ് ആധുനിക എയർ ടു എയർ മിസൈൽ യുദ്ധത്തിന്റെ പ്രധാന സത്യം.